പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചു. ഇതിൽ ഭയന്ന പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും വിലക്കിയിരിക്കുന്നു. വളരെ കാലമായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഭീകരത വളർത്താനും അനാവശ്യമായ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന പാകിസ്ഥാൻ നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഇതിൽ വിപരീത ഫലം നേരിടേണ്ടി വന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ അയച്ചു. ഇത്തരത്തിലുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഏപ്രിൽ 22 പാകിസ്ഥാൻ ഭീകരർ കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി വെടിയുതിർത്തത്. ആക്രമണത്തിൽ കലിതുള്ളിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കടുത്ത നടപടികളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചത്. അതുപോലെ വ്യാപാര ബന്ധങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം ഗണ്യമായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം 1000 കോടി രൂപയായിരുന്നു. 3700 കോടി രൂപയും പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഏകദേശം 1000 കോടി രൂപയും ആയിരുന്നു. മൊത്തം 4.20 ലക്ഷം കോടി. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഭൂരിഭാഗവും പഴങ്ങൾ, പരിപ്പ്, എണ്ണക്കുരുകൾ, ഔഷധസസ്യങ്ങൾ എന്നിവയായിരുന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും നിരോധിച്ചുകൊണ്ട് ഇന്ത്യ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനു പുറമെ പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഷിപ്പിംഗ് വകുപ്പ് ഡയറക്ടർ ജനറൽ ശനിയാഴ്ച അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണാത്മക നടപടിയിൽ രോഷാകുലരായ പാകിസ്ഥാൻ ഇന്ത്യൻ കപ്പലുകൾ തങ്ങളുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് സംബന്ധിച്ച് പാകിസ്ഥാനും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് പാകിസ്ഥാന്റെ ഒരു തുറമുഖത്തും പ്രവേശിക്കാൻ അനുവാദമില്ല. സമുദ്ര പരമാധികാരം, സാമ്പത്തിക താൽപര്യങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നടപടി ഉടനെ പ്രാബല്യത്തിൽ വരും. സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എക്സൈറ്റ് പേജ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു. അതുപോലെ മുൻ പാകിസ്ഥാൻ മന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ എക്സൈറ്റ് അക്കൗണ്ടും ഇന്ത്യയിൽ മരവിപ്പിച്ചിട്ടുണ്ട്.